വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടൊരു വെറൈറ്റി ആയിട്ട് ഞാൻ നമ്മുടെ റംബുട്ടാൻ അച്ചാറിടാൻ പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. മുമ്പ് പല റംബുട്ടാൻ സീസണിലും എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കിയാലോ. അതുമല്ല പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പം ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്താവും എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്കിന്ന് റംബുട്ടാൻ പിക്കിൾ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ റംബുട്ടാൻ ഉണ്ടല്ലോ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്നിട്ടുള്ള നല്ല ഫ്രഷ് റംബുട്ടാനാണ്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല രുചിയുണ്ട്, നല്ല മധുരമുണ്ട്. അപ്പോൾ എപ്പോഴും ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങ് മടുത്തെന്നല്ല, നമുക്കിപ്പോൾ ഷോർട്ട് വീഡിയോസിന് മാത്രമേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് സംസാരിച്ച് വീഡിയോ ഇടാനാണ് ഇഷ്ടം. ഞാൻ ഇട്ട വീഡിയോ തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ നോക്കാറുണ്ട്. ഞാൻ ഒരു സെൽഫ് ലവറാണ്. എനിക്ക് എൻ്റെ വീഡിയോ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല. എന്താണ് ഞാൻ പിന്നെ അങ്ങ് മടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഓഫ് ഡേ കിട്ടിയിട്ട് വെറുതെ നിൽക്കുകയാണ്. വെറുതെ അല്ല, കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വെറുതെ ഇരിക്കുന്നപ്പോൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രീ പ്ലാൻഡ് ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് തോന്നി പെട്ടെന്ന് ഇതാ ചെയ്യുന്നു, അത്ര തന്നെ. അപ്പം നമുക്ക് ആദ്യം റംബുട്ടാനൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ റംബുട്ടാനെ കുറച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലോപ്പ് ആയാലും നമുക്ക് സങ്കടപ്പെടാൻ പാടില്ല. കുറച്ച് നമ്മൾ കഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നമുക്ക് സമാധാനപ്പെടാം. നമുക്കിനൊന്നത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാവേ. നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ റംബുട്ടാൻ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റംബുട്ടാൻ എടുത്തത് കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെന്താണ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, പിന്നെന്താണ് ഇഞ്ചി എടുക്കുന്നുണ്ട്, വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, കറിവേപ്പില എടുക്കുന്നുണ്ട്, പിന്നെ വറ്റൽമുളക് എടുക്കുന്നുണ്ട്. പിന്നെ പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നത് നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു തരാം. അപ്പം ഇത്രയാണ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനോടൊപ്പം പറഞ്ഞു തരാവേ. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമ്മളിപ്പോൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ മാത്രമേ ഇതിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് എനിക്ക് പാളിപ്പോയത്, കുറച്ച് മതിയായിരുന്നു കേട്ടോ. നമ്മൾ നോർമലി മാങ്ങ അച്ചാറൊക്കെ ഇടുന്ന ആ ഒരു ഓർമ്മയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചു പോയി. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ. സ്പൂൺ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എനിക്ക് എന്തുമില്ല, ഒരു കൈക്കണക്കാണ്. ഉലുവ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഉലുവ പൊടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു 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 ഗുഫിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉലുവയും കടുകും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് നന്നായി ബ്രൗൺ കളർ ആവണം കേട്ടോ, നല്ല ക്രിസ്പി ആവണം. അപ്പോഴേ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതൊന്നിങ്ങനെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ അച്ചാറിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു കടുക് വറുക്കുന്ന ഇത്രയും സംഭവങ്ങൾ ഇടുമ്പോൾ തന്നെ നമ്മൾ അച്ചാറിന് ടേസ്റ്റ് നല്ല രീതിയിൽ കൂടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഇങ്ങനെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒരു ക്രിസ്പി പരുവാകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതിങ്ങനെ വറന്ന് വരണ്ട, മീൻസ് അതൊന്നും ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ആ ഒരു സംഭവം ആവണ്ട, ജസ്റ്റ് ഒന്ന് വേവണം. അങ്ങനത്തെ ഒരു പരുവം മതി. അതൊന്ന് വെന്തൊരു കരിഞ്ഞു പോയ നമ്മൾ അച്ചാറിനും ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ആക്കണ്ട കേട്ടോ. ഈ സമയത്താണ് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വറ്റൽമുളകും പച്ചമുളകൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക്
കായം ഇട്ട് കൊടുക്കാം. കായ ഇപ്പോൾ പൊടിക്കായേ ഉള്ളൂ. നമുക്ക് കട്ടക്കായമാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. എനിക്ക് അങ്ങനത്തെ കട്ടക്കായ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ചൂടായി വരണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാവേ. നോർമലി നമ്മളെ വീട്ടിൽ അച്ചാറിലും ഉപ്പിലിട്ടതിലും ഒന്നും വിനെഗർ ആഡ് ചെയ്യാറില്ല കേട്ടോ. അമ്മ എന്തോ പണ്ട് മുതൽക്കേ വിനെഗർ ആഡ് ചെയ്തിട്ട് അച്ചാറൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യാറില്ല. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അതൊന്ന് ഒന്ന് വെന്ത് വരുന്ന സമയത്ത്, വെന്തല്ല അതൊന്നൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കൊന്ന് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടുവെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണേ. കാരണം നമ്മൾ റംബൂട്ടാൻ ഇട്ട ശേഷം അധികമായിട്ട് ഇതൊന്നും തിളപ്പിക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഈ വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ആ വെള്ളം തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്യാനുള്ളത്. അതാകുമ്പോഴത്തേക്കും ആ ഒരു ചാറിൽ, ആ ഒരു അരപ്പിൽ ഉപ്പ് ശരിക്കും പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ടൈമിലാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ റംബൂട്ടാൻ ആഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റംബൂട്ടാൻ ആഡ് ചെയ്ത് കൊടുക്കാം. വലുതായിട്ട് നമ്മളിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റംബൂട്ടാൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഒരു ഗുളുഗുളു കൺസിസ്റ്റൻസി ആണ്, അങ്ങനത്തെ ഒരു ടെക്സ്ചർ അല്ലേ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റംബൂട്ടാൻ ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് അരപ്പെല്ലാം അതിൽ പിടിക്കാനായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിടാം. എന്നുവെച്ചാൽ ഫ്ലെയിം ഭയങ്കരമായിട്ട് കുറച്ച് വയ്ക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. റംബൂട്ടാൻ അധികം കുക്കാവണ്ട. ഓൾറെഡി അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് കുക്കൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ ഒരു ടേസ്റ്റ്, ഉപ്പും എരിവും അതെല്ലാം ഒന്ന് പിടിക്കേണ്ട ഒരു സമയം മാത്രം മതി. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടാം. കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ടേ. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അതാ കാണാനൊരു ലുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല. എന്ത് ടേസ്റ്റാന്ന് ചോദിച്ചാൽ ഒരു പുളിപ്പുണ്ട്, മധുരമുണ്ട്, മുളക് പൊടി അതൊക്കെ സംഭവം കിട്ടുകൊണ്ട് ഒരു കുഞ്ഞി എരിവുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പ്ലെയിന് പോട്ടെ. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കിയ ദിവസം നോക്കിയാണ്, ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ കൂടിപ്പോയി. അത് ഒഴിച്ചാൽ ബാക്കി കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ ജോലിയൊന്നുമില്ല. നമ്മള് നോർമലി അച്ചാറൊക്കെ ഇടും പോലത്തെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. എൻ്റെ റെസിപ്പി കണ്ടിട്ട് ആരൊക്കെ ഇത് ട്രൈ ചെയ്തെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആഗ്രഹം കൊണ്ട് പറയുകയാണേ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ.